Good morning. Today we are discussing LCR circuit. AC circuit നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സർക്യൂട്ട് ആണ് LCR. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് LCR സർക്യൂട്ട് ആണ്. The alternating current എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ വരുന്ന പ്രധാനപ്പെട്ട ഭാഗം അത് നമുക്കറിയാം. ഇപ്പോൾ LCR സർക്യൂട്ടിൽ ആരൊക്കെ ഉണ്ട്? LCR സർക്യൂട്ടിലുള്ളത് you have an inductor L of inductance L, capacitor of capacitance C, resistor of resistance R. That is connected to an AC circuit. ഇതാണ് ഈ LCR സർക്യൂട്ട്. LCR AC വോൾട്ടേജ് കൊടുക്കുന്നു, കറണ്ട് ദാ ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്ത് സർക്കുലേറ്റ് ചെയ്ത് വരുന്നു. ഇതാണ് LCR സർക്യൂട്ട്. ഇതിൽ L ഇൻഡക്ടർ, ഇൻഡക്ടൻസ് L, C കപ്പാസിറ്റൻസ്, കപ്പാസിറ്റൻസ് R, റെസിസ്റ്റൻസ്. അപ്പോൾ നമുക്ക് വേണ്ടത് വളരെ സിമ്പിൾ ആയിട്ട് പോവാം. EMFന്റെ വാല്യൂ ഒക്കെ നമുക്കറിയാം. E = E0 sin ωt. അത് നമുക്കറിയാം. അപ്പോൾ നമ്മളിവിടെ പോകുന്നത് നേരെ ഡയറക്റ്റ് ആയിട്ട് വെക്ടർ ഡയഗ്രാം എടുത്ത് പോവുകയാണ്. വെക്ടർ ഡയഗ്രാം എടുക്കുമ്പോൾ എങ്ങനെ എടുക്കാൻ പറ്റും? വെക്ടർ ഡയഗ്രാം എടുക്കുമ്പോൾ സേ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കറണ്ട് ഇങ്ങോട്ടാണെന്ന് വിചാരിക്കൂ. കറണ്ട് ഇങ്ങോട്ടാണ് I കറണ്ട് എങ്കിൽ VR ഇങ്ങോട്ടായിരിക്കും. കാരണം നമുക്കറിയാം എന്താണ് റെസിസ്റ്റർ കൊണ്ടുള്ള വോൾട്ടേജ് ആണ് VR. അതും കറണ്ട് ഒരേ ഫേസ്. സോ ഇവിടെ നമ്മൾ പരിഗണിച്ചത് റെസിസ്റ്റർ മാത്രമുള്ള സർക്യൂട്ടാണ്. ഇപ്പൊ റെസിസ്റ്റർ മാത്രമുള്ള സർക്യൂട്ട് പരിഗണിച്ചാൽ അതിലെ വോൾട്ടേജ് VR അല്ലെങ്കിൽ EMF യുടെ സ്ഥാനത്ത് VR, അതും കറണ്ട് ഒരേ ഫേസ് ആണ്. ഇനി ഇൻഡക്ടർ മാത്രമുള്ള പരിഗണിക്കുമ്പോൾ നമുക്കറിയാം അത് എങ്ങനെയായിരിക്കും, എപ്പോഴും ഇതിനേക്കാളും കൂടുതലായിരിക്കും. അതായത് VL എന്ന് പറയുന്നത് ഇതിനേക്കാളും കൂടുതലായിരിക്കും. വേണമെങ്കിൽ ലെങ്ത് കുറച്ച് വരച്ചാൽ കുറച്ചുകൂടെ ക്ലാരിഫിക്കേഷൻ കിട്ടും. VR ഇത്രയേ ഉള്ളൂ, I ഇങ്ങനെ കാണിക്കുന്നു, I കറണ്ട് I, VR ഇത്. ഇപ്പൊ ഇൻഡക്ടർ മാത്രം കാണിച്ചാൽ അറിയാം VL എന്ന് പറയുന്നത് ഇൻഡക്ടറിൽ കൊടുക്കുന്ന വോൾട്ടേജ് ആണ്. അപ്പോൾ അത് കറണ്ടിനെക്കാളും π/2 ലീഡ് ചെയ്യും. ഇനി കപ്പാസിറ്റർ മാത്രമുള്ള കേസ് എടുത്താലോ അത് കറണ്ടിനെക്കാളും എന്താണ് π/2 ലാഗ് ചെയ്യും. അപ്പൊ അത് കാണിക്കുന്നു, ദാറ്റ് ഈസ് VC. ഇപ്പൊ 3 വോൾട്ടേജ് ഉണ്ട്, VR, VC, VL. നമുക്കറിയാം റെസിസ്റ്റർ മാത്രമുള്ള സർക്യൂട്ട് എടുത്താൽ കറണ്ടുമായിട്ട് ഫേസ് ആണ്. ഇൻഡക്ടർ മാത്രമുള്ള സർക്യൂട്ട് എടുത്താൽ കറണ്ടിനെക്കാളും π/2 ലീഡ് ചെയ്യും. കപ്പാസിറ്റർ മാത്രമുള്ള സർക്യൂട്ട് എടുത്താൽ കറണ്ടിനെക്കാളും π/2 ലാഗ് ചെയ്യും. അപ്പോൾ അത് വെച്ചിട്ട് ഇവിടെ വരച്ചു കഴിഞ്ഞാൽ ഇത് എങ്ങനെ നമ്മൾ സോൾവ് ചെയ്യും? ഇപ്പോൾ മുകളിലോട്ട് 10 ന്യൂട്ടൺ ഫോഴ്സ് ആക്ട് ചെയ്യുന്നു, താഴോട്ട് 3 ന്യൂട്ടൺ ഫോഴ്സ് ആക്ട് ചെയ്താൽ റിസൾട്ടന്റ് 7 മുകളിലോട്ട് ആക്ട് ചെയ്യും. നമുക്കറിയാം. അപ്പോൾ ഇവിടെ ആരാ കൂടുതൽ, VL ആണോ VC ആണോ കൂടുതൽ? നമ്മൾ ഇങ്ങനെ എടുക്കാം, VC-യെക്കാളും കൂടുതൽ VR-നെക്കാളും കൂടുതൽ VL. സോ യു കൺസിഡർ VL ആൻഡ് VC. റിസൾട്ടന്റ് എത്രയായിരിക്കും? റിസൾട്ടന്റ് മുകളിലോട്ടാണ്. ആ റിസൾട്ടന്റ് എന്തായിരിക്കും? ദാറ്റ് റിസൾട്ടന്റ് ഈസ് ദിസ് വൺ, ദാറ്റ് ഈസ് VL - VC. ഇപ്പൊ VL ഉം VC തമ്മിൽ റിസൾട്ടന്റ് VL - VC. എന്തുകൊണ്ടാണ് VL - VC? VL കൂടുതലായിട്ട് വലുത് ചെറുത് കുറയ്ക്കും. അപ്പൊ ഇത് രണ്ടിന്റെ റിസൾട്ടന്റ് ഇവിടെ കിട്ടി, VL - VC. ഈ VR ഉം VL - VC തമ്മിൽ നമ്മൾ കമ്പണന്റ് സ്പ്ലിറ്റിംഗ് ചെയ്താ വരയ്ക്കുന്നത്. ഇത് രണ്ടിന്റെ റിസൾട്ടന്റ് ഇതാ ഇങ്ങനെ വരയ്ക്കുന്നു. സോ ദാറ്റ് ഈസ് V ഈസ് ഈ ആംഗിൾ ഫൈ എന്ന് എടുക്കാം. അപ്പൊ V ആരൊക്കെ തമ്മിൽ റിസൾട്ടന്റ് ആണ്? ഇത്രയും VL - VC, ഇത്രയും VR, ഇവ തമ്മിൽ റിസൾട്ടന്റ് ആണ്. അപ്പൊ V യുടെ വാല്യൂ നമുക്ക് എങ്ങനെ എഴുതാം? V² = VR² plus VL - VC the whole square. അല്ലെങ്കിൽ V = √VR² plus VL - VC the whole square. ഇത്രയേ ഉള്ളൂ. ഇനി നമ്മൾ എങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാനുള്ള കാര്യം നമുക്കറിയാം. VR എന്താണ്? ദി വാല്യൂ ഓഫ് VR ഈസ് IR, പഠിച്ചിട്ടുണ്ട്. ദി വാല്യൂ ഓഫ് VL ഈസ് എന്താണ്? IXL, അറിയാം. The value of VC is IXC. ഇത്രയും നമുക്കറിയാം. നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. V = എന്ത് കിട്ടും ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക്? √R² പ്ലസ് ഇത് രണ്ടിലും കോമൺ I ആയതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ I ഇനി വെളിയിലെടുത്താൽ ബാക്കി എന്താണ്? I² ഇൻറ്റു ഇങ്ങനെ എഴുതാം, XL - XC the whole square. ഇതാണ് വളരെ സിമ്പിൾ ആയിട്ട് എഴുതിയാൽ. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ IXL - IXC the whole square. അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇവിടെ എഴുതാം. ഒന്നുകൂടെ ഡൗട്ട് ഉണ്ടെങ്കിൽ ഇങ്ങനെ എഴുതുന്നു, IXL - IXC the whole square. കുറച്ചുകൂടെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ V = എന്ത് കിട്ടുന്നു? I²R² plus you take that I² outside, XL - XC the whole square. Clear? ഇതിൽ നിന്ന് I വീണ്ടും വെളിയിലെടുത്താൽ V = √I² into ബ്രാക്കറ്റിനകത്ത് R² plus XL - XC the whole square. Clear? Now I am putting a bracket here. ഇതിൽ നിന്ന് ആര് വെളിയിലെടുക്കാം? I വെളിയിലെടുത്താൽ V = I into √R² plus XL - XC the whole square. ഇതിൽ നിന്ന് V/I എത്ര കിട്ടും? V/I = √R² plus
XL minus XC the whole square നമുക്ക് ഫൈനലായിട്ട് എഴുതാം. അത് മുകളിലോട്ട് എഴുതിയാണ്, ഇവിടെ എഴുതിയാണ്, ഡയറക്റ്റ് ആയിട്ട് എഴുതിയാണ്. വളരെ സിമ്പിൾ ആയിട്ട് ഇക്വേഷൻ ആയി. That is V by I is equal to root of R square plus XL minus XC the whole square. V by I നമുക്കറിയാം ഇംപെഡൻസ് Z ആണ്. So impedance Z is equal to root of R square plus XL minus XC the whole square. ഇതാണ് ഇംപെഡൻസിന്റെ ഇക്വേഷൻ ഇതാണ്. സോ വി കംപ്ലീറ്റഡ് ദാറ്റ് വൺ. ഇംപെഡൻസിന്റെ ഇക്വേഷൻ ആയി കഴിഞ്ഞു. അപ്പോൾ ഇതിൽ വേണ്ടത് ഇംപെഡൻസിന്റെ ഇക്വേഷൻ നമ്മൾ വെക്ടർ ഡയഗ്രാം വരയ്ക്കുന്നു, ഡയറക്റ്റ് ആയിട്ട് നമ്മൾ എഴുതുന്നു. ഇംപെഡൻസിന്റെ ഇക്വേഷൻ എഴുതി Z is equal root of R square plus XL minus XC the whole square. ഇനി ഇതിൽ നമുക്കറിയാം എന്താണ് നമ്മൾ റെസൊണന്റ് ഫ്രീക്വൻസി. റെസൊണന്റ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ ഫ്രീക്വൻസി വേർ ഇംപെഡൻസ് Z is മിനിമം, അല്ലെങ്കിൽ ഇംപെഡൻസ് Z 0 എന്ന് എടുക്കുമ്പോൾ നമുക്കറിയാം റെസിസ്റ്റൻസ് കുറയുമ്പോൾ കറണ്ട് എന്തായിരിക്കും? ഓട്ടോമാറ്റിക്കലി നമുക്ക് റെസിസ്റ്റൻസ് പറയുമ്പോൾ കറണ്ട് കൂടുതലാണ്. അതാണ് റെസൊണൻസ് ഫ്രീക്വൻസി, മാക്സിമം ഫ്രീക്വൻസി. സോ വാട്ട് ഈസ് റെസൊണൻസ് ഫ്രീക്വൻസി? എങ്ങനെ കണ്ടുപിടിക്കാം? റെസൊണൻസ് ഫ്രീക്വൻസി ആകുമ്പോഴത്തേക്ക് ടു ഫൈൻഡ് റെസൊണൻസ് ഫ്രീക്വൻസി Z is equal to 0. അപ്പോൾ ഇക്വേഷൻ എന്ത് കിട്ടും? ഇക്വേഷൻ അല്ലെങ്കിൽ Z 0 ആകുമ്പോഴത്തേക്ക് നമ്മൾ അവിടെ എടുക്കുമ്പോൾ Z 0 എന്ന് കൊടുത്ത് XL minus XC 0 കൊടുത്തു. പക്ഷേ ഇവിടെ നമുക്ക് കുറച്ചുകൂടെ ഭംഗിയായിട്ട് ചെയ്യാൻ രണ്ട് കണ്ടീഷൻസ് കൊടുക്കാം. നേരത്തെ കൊടുത്ത കണ്ടീഷൻസ് എന്താണ്? നേരത്തെ കൊടുത്ത കണ്ടീഷൻസ് LC സർക്യൂട്ടിൽ നമ്മൾ XL minus XC യിൽ Z 0 എന്ന് കൊടുത്തു. ഇവിടെ നമുക്കൊരു കാര്യം ചെയ്യാം, Z 0 എന്നുള്ളതിന് Z മിനിമം ആയിട്ട് എടുക്കാം. സോ ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. Z ഈസ് മിനിമം. സോ Z മിനിമം ആകുമ്പോൾ എന്ത് ചെയ്യുന്നു? എന്ത് കണ്ടീഷൻ കൊടുക്കുന്നു? ഈ ടേം മിനിമം ആകുമ്പോൾ നമുക്കറിയാം XL minus XC എന്തായിരിക്കണം? 0 ആയിരിക്കണം. അപ്പോൾ Z is equal to R കിട്ടും. ക്ലിയർ? അപ്പോൾ ഇവിടെ നമുക്ക് എങ്ങനെ എടുക്കാം? XL minus XC 0. ദാറ്റ് ഈസ് ദി കണ്ടീഷൻ ഫോർ ഇംപെഡൻസ് ടു ബി മിനിമം. സോ നമുക്ക് അറിയേണ്ട ഒരു കണ്ടീഷൻ ഏതാണ്? റെസിസ്റ്റൻസ് കുറവായിരിക്കുമ്പോഴത്തേക്ക് കറണ്ട് മാക്സിമം ആയിരിക്കും, തിരിഞ്ഞു വരും. അപ്പോൾ XL minus XC 0 ആകുമ്പോൾ XL is equal to XC ആണ് ഇവിടെ. ക്ലിയർ? സോ ഇവിടെ XL minus XC ആകുമ്പോൾ Z is equal to എത്ര കിട്ടുന്നു? R എന്ന് കിട്ടുന്നു. Am I right? So what is this? Omega L is equal to 1 by omega C. അപ്പോൾ ഇത് നമുക്കറിയാം ഒമേഗ സ്ക്വയർ is equal to 1 by LC. അല്ലെങ്കിൽ ഒമേഗ നമുക്കറിയാം ഒമേഗ is equal to 1 by root LC. ക്ലിയർ? What is omega? ഒമേഗ നമുക്കറിയാം എന്താണ്? 2 pi f. 2 pi f is equal to 1 by root LC. So f is equal to 1 by 2 pi root LC. അപ്പോൾ ഇവിടെ നമുക്ക് ഇക്വേഷൻ കിട്ടി. ശ്രദ്ധിക്കാവുന്ന ഒരു കാര്യമാണ്, ഇവിടെ f ന്റെ വാല്യൂ കിട്ടി. f is equal to 1 by 2 pi root LC. ക്ലിയർ? ഇതാണ് റെസൊണൻസ് ഫ്രീക്വൻസി. ഇനി മറ്റ് ഇതിൽ നമ്മൾ ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങൾ Z ഫ്രീക്വൻസി കിട്ടി. ഇതിൽ വേണമെങ്കിൽ നമുക്ക് വേറെ ഇക്വേഷൻ കൂടി എടുക്കാം, ആംഗിൾ കൂടി എടുക്കാം. വാട്ട് ഈസ് ഫൈ? ഈ ഫേസ് ഡിഫറൻസ് ഫൈ ഉണ്ടല്ലോ, ഫൈ എങ്ങനെ കണ്ടുപിടിക്കാം? ഈ ഇക്വേഷൻ സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാം. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ഫൈ? ഇതിന്റെ ടാൻ ഫൈ എത്ര കിട്ടും? എന്താണ് ടാൻ ഫൈ? ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ്. ഓപ്പോസിറ്റ് സൈഡ് ഇതാണ്. സോ VL minus VC ഓപ്പോസിറ്റ് സൈഡ്. അഡ്ജസന്റ് സൈഡ് ഇതാണ് VR. ക്ലിയർ? ദാറ്റ് ഈസ് ടാൻ ഫൈ അല്ലേ? ഈ ട്രയാംഗിൾ എടുത്താൽ ഇതാണ് ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ്. സോ VL minus VC by VR. അതിൽ നിന്ന് നമുക്ക് എത്ര കിട്ടുന്നു? ടാൻ ഫൈ is equal to സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് അതിന്റെ വാല്യൂ കിട്ടും. ദാറ്റ് ഈസ് ടാൻ ഫൈ is equal to കിട്ടി എന്ത് കിട്ടി? IXL minus IXC divided by IR. മോളിൽ നിന്ന് എടുക്കുമ്പോൾ ടാൻ ഫൈ is equal to I വെളിയിൽ എടുത്താൽ XL minus XC by IR. I ക്യാൻസൽ ആയി പോയി. യു ഗെറ്റ് ടാൻ ഫൈ is equal to ഇവിടെ കിട്ടി XL minus XC by R. അല്ലെങ്കിൽ ഫൈ is equal to tan inverse XL minus XC by R എന്ന് കിട്ടും. ക്ലിയർ? ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗത്തൂടെ കിടക്കുകയാണ്. ഒരു സർക്യൂട്ടിന്റെ Q ഫാക്ടർ എന്താണെന്ന് പറയുകയാണ്. വാട്ട് യു മീൻ ബൈ Q ഫാക്ടർ ഓഫ് എ സർക്യൂട്ട് ഓർ ക്വാളിറ്റി ഫാക്ടർ? ക്വാളിറ്റി ഫാക്ടർ എന്ന് പറഞ്ഞാൽ ദാറ്റ്സ് വെരി ഇമ്പോർട്ടന്റ് ഇൻ എ സർക്യൂട്ട്. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ് യു നോ ദി വാല്യൂ ഓഫ് Q ഫാക്ടർ ഓഫ് എ സർക്യൂട്ട്. ക്വാളിറ്റി ഫാക്ടർ എന്ന് പറഞ്ഞാൽ നമ്മളൊരു സർക്യൂട്ടിന്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യുന്ന ഫാക്ടറാണ്. സിംപ്ലി Q ഫാക്ടർ ഈസ് ഈക്വൽ ടു XL by R അല്ലെങ്കിൽ XC by R. ഈ രണ്ടിൽ ഏതുകൊണ്ടും ഉപയോഗിക്കാം. ഇതാണ് ക്വാളിറ്റി ഫാക്ടർ. അതായത് ഇൻഡക്റ്റീവ് റിയാക്ടൻസിന്റെ റെസിസ്റ്റൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക, അല്ലെങ്കിൽ കപ്പാസിറ്റീവ് റിയാക്ടൻസിന്റെ റെസിസ്റ്റൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇതാണ് ക്വാളിറ്റി ഫാക്ടർ. ഇനി നമുക്ക് അറിയേണ്ടത് ഇത് കണ്ടുപിടിക്കാൻ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഉണ്ട്. ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതുപോലൊരു ഗ്രാഫ് വന്നിരിക്കുന്നു. യു ഹാവ് എ ഗ്രാഫ് ലൈക്ക് ദിസ്. ഇങ്ങനെ ഒരു ഗ്രാഫ് വന്നിരിക്കുകയാണ്. യു ഹാവ് എ ഗ്രാഫ് ലൈക്ക് ദിസ്. ഐ ആം ഡ്രോയിങ് രണ്ട് കർവ് തന്നിട്ടുണ്ട്, ഇങ്ങനെ തന്നിട്ടുണ്ട്. ഇങ്ങോട്ട് നമ്മൾ എടുക്കുന്നത് ഫ്രീക്വൻസിയാണ്. വി ആർ ടേക്കിംഗ് ഫ്രീക്വൻസി ഹിയർ. ഇങ്ങോട്ട് നമ്മൾ കറണ്ടോ അല്ലെങ്കിൽ പവറോ എടുക്കുന്നു. കറണ്ട് എടുക്കുന്ന ഒരു ഗ്രാഫ് കാണിച്ചിട്ട് കറണ്ട് എടുക്കുന്നത് ആയിരിക്കും. ഇവിടുത്തെ ഫ്രീക്വൻസി FR എന്താണ്? റെസൊണൻസ് ഫ്രീക്വൻസി. കാരണം മാക്സിമം റെസൊണൻസ് കറണ്ട് മാക്സിമം നോക്കൂ, കറണ്ട് മാക്സിമം ഉള്ള ഫ്രീക്വൻസിയാണ് റെസൊണൻസ് ഫ്രീക്വൻസി.
അപ്പോൾ ഇവിടെ നമ്മൾ എടുക്കുമ്പോൾ ക്വാളിറ്റി ഫാക്ടർ നമ്മൾ എടുക്കുമ്പോൾ അതിന്റെ വാല്യൂ ഇതാണ്, Q ഫാക്ടർ ഇസ് ഈക്വൽ ടു ഇതാണ് FR ബൈ F2 മൈനസ് F1. ഇതാണ് അതിന്റെ വാല്യൂ. എന്താണ് F2 F1 എന്ന് പറയാം? F1 എന്ന് പറയുന്നത് ലോവർ സൈഡ് ബാൻഡ് ഫ്രീക്വൻസി, F2 എന്ന് പറഞ്ഞാൽ അപ്പർ സൈഡ് ബാൻഡ് ഫ്രീക്വൻസി. ഞാൻ ഈ രണ്ട് ഗ്രാഫ് പ്രത്യേകം മാർക്ക് ചെയ്ത് വരയ്ക്കുകയാണ്. വരച്ചു കഴിഞ്ഞാൽ സപ്പോസ് ഫോർ എക്സാമ്പിൾ നമുക്ക് ഇത് വെച്ചിട്ട് നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് FR ബൈ F2 മൈനസ് F1 എടുത്തു കഴിഞ്ഞാൽ എങ്ങനെ നമുക്ക് ഇത് ചെയ്യാൻ പറ്റും? അപ്പോൾ അതിന് നമ്മൾ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ഈ സർക്യൂട്ടിനെ ഞാൻ ഈ അറിയേണ്ട ഇതാണ്, ഈ സർക്യൂട്ടിൽ ഒരു കർവ് ഫ്ലാറ്റ് മറ്റേത് ഷാർപ്പാണ്. ഇത് ഷാർപ്പാണ്, ഇത് കുറച്ചുകൂടെ ഫ്ലാറ്റ് ആണ്. ആ രണ്ട് കർവും പ്രത്യേകം എടുക്കുകയാണ്. കറണ്ട് കൂടുതലായിരിക്കുമ്പോൾ പവറും കൂടുതലാണ്. ഞാൻ ആദ്യത്തെ കർവ് വരയ്ക്കുന്നത്, ഐ എം ഡ്രോയിങ് ദി ഫസ്റ്റ് കർവ്. ആദ്യത്തെ കർവ് വരയ്ക്കുന്നത് എന്തായിരിക്കും? ഇതാണ് ഗ്രാഫ്, ഇതാണ് ഷാർപ്പ് കർവ് എടുക്കുന്നു. എടുത്താൽ ഇതാണ് കറണ്ട് കൂടുതലാകുമ്പോൾ ഇതാണ് പവർ മാക്സിമം, ദാറ്റ് ഈസ് P മാക്സിമം. അപ്പൊ ഇതിന്റെ പകുതി എടുക്കുന്നു, അതായത് ഇത് 0 ആണെങ്കിൽ ഇത് P മാക്സിമം ബൈ 2. എന്താണെന്ന് മനസ്സിലായല്ലോ? ഇവിടെ നിന്ന് ഇതുവരെ കറണ്ട് കൂടുതലാണ്, അപ്പൊ പവർ മാക്സിമം, അതിന്റെ പകുതി P മാക്സിമം ബൈ 2. എന്നിട്ട് നമ്മൾ ഇവിടെ ഇങ്ങനെ താഴോട്ട് മാർക്ക് ചെയ്യുന്നു. സോ ദിസ് ഈസ് കോൾഡ് F2 ആൻഡ് ദിസ് ഈസ് കോൾഡ് F1. F2 ഈസ് കോൾഡ് അപ്പർ സൈഡ് ബാൻഡ് ഫ്രീക്വൻസി, F1 ഈസ് കോൾഡ് ലോവർ സൈഡ് ബാൻഡ് ഫ്രീക്വൻസി. ഈ ഫ്രീക്വൻസി നമ്മൾ പറയുന്നു റെസൊണന്റ് ഫ്രീക്വൻസി. നോക്കൂ, ഈ ഇക്വേഷൻ നോക്കുമ്പോൾ ഇതാണ് F2 മൈനസ് F1 ഇവിടുത്തെ വാല്യൂ. FR ന്റെ വാല്യൂ ഇത് തന്നെയാണ്. ക്ലിയർ? ഇനി രണ്ടാമത്തെ കർവ് ഞാൻ വരയ്ക്കുന്നു, ഷാർപ്പ് കർവ് വരയ്ക്കുന്നു. ഷാർപ്പ് കർവ് വരയ്ക്കുമ്പോൾ കർവ് ഇതാണ് കർവ് ഇങ്ങനെ വരുന്നു. അപ്പൊ ഇവിടെ ഇതാണ് P മാക്സിമം. ക്ലിയർ? ഇതെന്തായിരിക്കും? ദിസ് ഈസ് P മാക്സിമം ബൈ 2. P മാക്സിമം ബൈ 2. ക്ലിയർ? സോ ദിസ് ഈസ് FR, നോ ചേഞ്ച്. ഇതാണ് F1, ഇതാണ് F2. സോ F2 F1 FR. നോക്കൂ, ഇവിടെ F2 മൈനസ് F1 ഇതാണ്. ശ്രദ്ധിച്ചാൽ അറിയാം. അതായത് ഈ കർവ് എന്ത് കർവാണ്? ഇത് ഷാർപ്പ്, ഇത് ഫ്ലാറ്റ്. ഫ്ലാറ്റ് കർവ് എടുത്താൽ രണ്ടിനും FR ന്റെ വാല്യൂ സെയിം ആണ്. ഇതിൽ F2 മൈനസ് F1 ന്റെ വാല്യൂ കൂടുതലാണ്, അപ്പൊ ഇതിന്റെ Q ഫാക്ടർ കുറവായിരിക്കും. ഇവിടെ F2 മൈനസ് F1 ന്റെ വാല്യൂ കുറവാണ്, അപ്പൊ Q ഫാക്ടർ കൂടുതലാണ്. അതായത് ഇവിടുത്തെ ക്വാളിറ്റി ഫാക്ടർ കൂടുതലാണ്. സോ ക്വാളിറ്റി ഫാക്ടർ ഈസ് എ മെഷർ ഓഫ് ദി ഷാർപ്നെസ് ഓഫ് റെസൊണൻസ്. ഗ്രാഫ് നോക്കിയിട്ട് ക്വാളിറ്റി ഫാക്ടർ കണ്ടുപിടിക്കാം. സോ ഹിയർ F2 മൈനസ് F1 ഈസ് ലാർജ്, ഹെൻസ് Q ഫാക്ടർ ഈസ് സ്മോൾ. ഹിയർ F2 മൈനസ് F1 ഈസ് സ്മോൾ, ഹെൻസ് Q ഫാക്ടർ ഈസ് very high. The value of FR remains same. So quality of resonance Q factor കണ്ടുപിടിക്കുന്നത് ഒരു സർക്യൂട്ടിന്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യുന്നതാണ്. ഡൈമെൻഷനലി മാഗ്നിറ്റ്യൂഡ്ലി കണ്ടുപിടിച്ചാൽ Q is equal to XL by R അല്ലെങ്കിൽ XL by R, അങ്ങനെ വാല്യൂ വെച്ചും കണ്ടുപിടിക്കാം. ഇതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം. നമ്മൾ LCR സർക്യൂട്ട് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അതുപോലെ ഒരു സർക്യൂട്ടിന്റെ Q ഫാക്ടറും ഡിസ്കസ് ചെയ്തു. റെസൊണന്റ് ഫ്രീക്വൻസി ഡിസ്കസ് ചെയ്തു. F is equal to 1 by 2 by root LC. Okay, wish you all the best. Thank you. Okay.